കൗൺസിലിന്റെ അധികാര പരിധിയിൽ ചെയ്യാവുന്ന പരമാവധി നടപടികൾ തീർച്ചയായിട്ടും സർക്കാരിലേക്ക് നമുക്ക് ശുപാർശ ചെയ്യണം. അതിന് ഇവിടെ കൗൺസിൽ അംഗങ്ങളുടെയൊക്കെ അഭിപ്രായം മാനിച്ചുകൊണ്ട് തന്നെ ആദ്യത്തെ ഒരു നിർദ്ദേശമായിട്ട് കൗൺസിലിന് മുമ്പിൽ തീരുമാനമായിട്ട് പറയാനുള്ളത്, ഇവർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണം എന്ന് സർക്കാരോട് നമ്മുടെ ഈ കൗൺസിൽ ആവശ്യപ്പെടുകയാണ് ഒരു കാര്യം. അതുപോലെ തന്നെ ഇവരെ ഈ ഓഫീസിൽ തുടർന്ന് കൊണ്ടുപോകുന്നതിനും ഇവിടെ പ്രവർത്തിക്കുന്നതിനും ഒരു രീതിയിലും ഭരണസമിതിക്ക് സാധ്യമല്ല എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഇവരെ സസ്പെൻഡ് ചെയ്യണം എന്ന് സർക്കാരിലേക്ക് നമ്മൾ ശുപാർശ ചെയ്യാണ്. ഒപ്പം തന്നെ ഇവരുടെ ഭാഗത്ത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വിശദമായ ഒരു അന്വേഷണം നടത്തണം, ഒരു വിജിലൻസ് അന്വേഷണം നടത്തണം എന്ന് ഇവരുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഒരു വിജിലൻസ് അന്വേഷണം നടത്തണം എന്ന് കൗൺസിൽ സർക്കാരിനോട് ശുപാർശ ചെയ്യാൻ കൂടിയിട്ടാണ് നമുക്ക് പറയാനുള്ളത്. അത് കൗൺസിൽ അംഗീകരിക്കണം എന്ന് കൂടി സന്ദർഭത്തിൽ അറിയാം. ഈ ഇപ്പൊ വിജയൻ പറഞ്ഞ രീതിയിൽ 8 മാസത്തിൽ 10 മാസം 12 മാസം കണക്ക പറഞ്ഞ 8 മാസം 12 മാസം എന്തിനാ നമ്മൾ കാത്തിരുന്നേ? നമുക്ക് അധികാരം ഉണ്ടായിരുന്നു, നമുക്ക് ഇത് തിരുത്താനുള്ള അവസരം ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് തിരുത്തിയില്ല? അത് ജനങ്ങളോട് ചെയ്ത തെറ്റല്ലേ? അതുകൊണ്ട് ഇത്തരത്തിലുള്ള തെറ്റുകൾ ആവർത്തിക്കരുത്. ഒരു ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്ത് ജയിപ്പിച്ച് വന്നു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. സ്വന്തം താല്പര്യമായില്ല. രാഷ്ട്രീയം പോലും, രാഷ്ട്രീയ പ്രവർത്തനം പോലും ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നമുക്ക് നടത്താൻ സാധിച്ചില്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനത്തിന്റെ പൊതു പ്രവർത്തകർ അല്ലെങ്കിൽ നേതാക്കൾ എന്ന് പറഞ്ഞ കാര്യമില്ല. അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മൾ തെറ്റ് കണ്ടിട്ട് അപ്പൊ തന്നെ തിരുത്തുവാനും, തെറ്റ് ചൂണ്ടിക്കാണിച്ചവനെ ആ തെറ്റ് ചൂണ്ടിക്കാണിച്ചവൻ ആ തെറ്റാണോ ശരിയാണോ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ക്രിയാത്മകമായിട്ട് പ്രതികരിക്കാനുള്ള ഒരു മനസ്സ് എല്ലാവർക്കും ഉണ്ടായി കഴിഞ്ഞാൽ ഈ നഗരസഭയിൽ ഇത് നടക്കില്ലായിരുന്നു. എല്ലാവർക്കും നല്ല നമസ്കാരം. നിങ്ങൾക്കറിയോ നമ്മുടെ ജനാധിപത്യം എന്ന് പറയുന്ന സംവിധാനത്തിൻ്റെ സൗന്ദര്യം എന്താണെന്ന്? ആ സൗന്ദര്യം നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയാൽ നാം എത്ര ഭാഗ്യവാന്മാരാണെന്ന് ചിന്തിച്ചു പോകും. ഇന്ന് ചാലക്കുടി നഗരസഭ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി കൗൺസിൽ വിളിച്ചു ചേർത്തു. ഞാൻ ഈ ചാലക്കുടി നഗരസഭ കൗൺസിലിലേക്ക് കടന്നു ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും ഈ നഗരസഭാ കൗൺസിൽ പങ്കെടുക്കാനായിട്ട് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. കാരണം എന്താണെന്നറിയോ? ജനാധിപത്യത്തിൻ്റെ യഥാർത്ഥ സൗന്ദര്യം അത് ചില അമൂർത്തമായിട്ടുള്ള നിമിഷങ്ങളിലൂടെ, എന്താണ് ജനത്തിന്റെ ശക്തി, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടു വരുന്ന ജനപ്രതിനിധികളുടെ ശക്തി എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന ചില ധന്യമായിട്ടുള്ള മുഹൂർത്തങ്ങൾ ഈ ചാലക്കുടി നഗരസഭാ കൗൺസിൽ ഉണ്ടാവാറുണ്ട്. അവിടെ ബഹളമയമായിട്ടുള്ള ചില അന്തരീക്ഷങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ പ്രതിപക്ഷ ഭരണപക്ഷ ഏറ്റുമുട്ടലുകൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഇതെല്ലാം ജനാധിപത്യത്തിന്റെ സൗന്ദര്യമാണ്. ജനകീയമായ ജനാധിപത്യത്തിന്റെ ശക്തി എന്താണെന്ന് കാണിക്കുന്ന തരത്തിലുള്ള ചില തീരുമാനങ്ങൾ എടുക്കുന്ന അമൂല്യമായിട്ടുള്ള ധന്യ നിമിഷങ്ങൾ ചാലക്കുടി നഗരസഭാ കൗൺസിൽ ഉണ്ടാകാറുണ്ട്. ചില കൗൺസിലർമാർ ഈ വിഷയങ്ങളെല്ലാം പഠിച്ച് തങ്ങളുടെ വാർഡിനും തങ്ങളുടെ വാർഡിലെ ജനങ്ങൾക്കും വേണ്ടി കൃത്യമായി തന്നെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പഠിച്ച് സംസാരിക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും. എല്ലാ കൗൺസിലർമാരും അങ്ങനെയല്ല, പക്ഷെ ചില കൗൺസിലർമാർ. എന്തായിരുന്നാലും ഇന്ന് അത്തരത്തിലുള്ള ഒരു ജനാധിപത്യത്തിന്റെ സൗന്ദര്യം കാണാനായിട്ട് എനിക്ക് സാധിച്ചു. ഷിബു ആലപ്പൻ എന്ന് പറയുന്ന നഗരപിതാവിനോട് നന്ദി പറയുന്നു. കാരണം അദ്ദേഹത്തിന്റെ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെയും വെറുപ്പിക്കില്ല. അദ്ദേഹത്തിനോട് എത്ര രീതിയിൽ എതിർക്കുന്ന ഒരാളായാലും അദ്ദേഹം അവരോട് വലിയ പ്രശ്നത്തിനോ വൈയാഹരിക്കോ ഒന്നും പോവില്ല. പക്ഷേ ഷിബു ആലപ്പ, അങ്ങയുടെ ഈ നയം എല്ലാ കാര്യത്തിലും ശരിയാവണമെന്നില്ല. നിലപാട് പറയേണ്ട സ്ഥലങ്ങളിൽ പറയണം. അതുകൊണ്ടാണ് ഈ ഉദ്യോഗസ്ഥ നിങ്ങളെ മുഴുവൻ പൊട്ടന്മാരാക്കിയത്. ഏത് ഉദ്യോഗസ്ഥ? ഈ ചാലക്കുടി നഗരസഭയിലെ വികസന പ്രവർത്തനങ്ങൾക്കും ചാലക്കുടിയിലെ ജനങ്ങൾക്കും അവർക്ക് വേണ്ടി നടത്തപ്പെടേണ്ടതായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് ചെലവാക്കേണ്ട ഫണ്ട് മുഴുവൻ ലാപ്സാക്കി കളയേണ്ട രീതിയിലേക്ക് എത്തിച്ചേർന്ന പട്ടികവർഗ ഫണ്ടുകൾ, അതുപോലെ തന്നെ ഈ നാടിന്റെ ഈ പട്ടണത്തിന്റെ അടിസ്ഥാന വികസനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കേണ്ട ഫണ്ടുകൾ, ആ ഫണ്ടുകളൊന്നും ചെലവഴിക്കാൻ പറ്റാത്ത രീതിയിൽ ഇവിടുത്തെ ജനപ്രതിനിധികളെ മുള്ളിന്മേൽ നിർത്തിയ തൊടുന്യായങ്ങൾ പറഞ്ഞ് ഈ നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ ഒരു വലിയ ചോദ്യചിഹ്നമായിട്ട് നിന്ന ഒരു ഉദ്യോഗസ്ഥയെ അർഹിക്കേണ്ട രീതിയിലുള്ള നിലപാടുകളിലൂടെ, തീരുമാനങ്ങളിലൂടെ ഈ ചാലക്കുടി നഗരസഭാ കൗൺസിൽ ചാലക്കുടിയിലെ ജനങ്ങളുടെ, ചാലക്കുടിയിലെ ജനപ്രതിനിധികളുടെ ശക്തി എന്താണെന്ന് കാണിച്ചു കൊടുത്തു. പക്ഷേ ഇത് കുറച്ചുകൂടി നേരത്തെ ആവേണ്ടതായിരുന്നു. അവിടെയാണ് വത്സൻ ചമ്പക്കല എന്ന് പറയുന്ന കൗൺസിലറെ ഞാൻ കൈയടിക്കുന്നത്. വീണ്ടും അദ്ദേഹം കുറച്ച് നാളുകൾക്ക് മുൻപ് സമരം ചെയ്തു. ആ സമരത്തിൽ അദ്ദേഹം പറഞ്ഞതെന്താണ്? അദ്ദേഹത്തിന്റെ വാർഡിലെ വികസനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഈ പറയുന്ന കോൺട്രാക്ട് വർക്കുകളൊക്കെ കുറച്ച് അറിയാവുന്ന ആളാണ്. നിങ്ങൾ പോർട്ടോ സ്കൂളിന്റെ മുന്നിലേക്ക് ചെല്ലൂ, അവിടെ മനോഹരമായി തീർത്തിട്ടുള്ള ആ ഫ്രണ്ടേജ് കാണൂ. വത്സൻ ചമ്പക്കര എന്ന് പറയുന്ന കൗൺസിലർക്ക് ഈ പൊതുമരാമത്ത് പ്രവർത്തനങ്ങൾ, കോൺട്രാക്ട് വർക്കുകൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ കുറച്ച് അറിവുള്ളത് കൊണ്ട് അദ്ദേഹം നോക്കിക്കാണുമ്പോൾ ഈ ഉദ്യോഗസ്ഥ എന്താണ് കാണിക്കുന്നത്? പൊട്ടത്തരങ്ങളല്ല കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പല പല സംഭവങ്ങളിൽ മാർക്കറ്റിൽ ടൈലിട്ടു. ഈ ടൈലിടുന്നതുമായി ബന്ധപ്പെട്ട് കാണിച്ച കോമഡികൾ, ഓരോ ടൈലെടുത്തോണ്ട് വരും, അതിൽ കാലിട്ട് ഉറച്ച് നോക്കും, വീണ്ടും വെള്ളം വെച്ച് ഉറച്ച് നോക്കും. ഇതൊക്കെ ചെയ്ത് നോക്കിയെടുത്ത ടൈലാണ്. ഈ ചാലക്കുടി മാർക്കറ്റിലെ ആ മീൻ മാർക്കറ്റിൽ ഇട്ടാണ് ടൈലിന് എത്ര പേര് വീഴുന്നുണ്ട്. ഇതുപോലെ കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാലക്കുടി നഗരസഭയുടെ മുന്നിൽ ഒരു ആനക്കൊട്ടിൽ പോലത്തെ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പോർട്ടിക്കോ. ആ പോർട്ടിക്കോയിൽ മുഴുവൻ സാധനങ്ങളും മുകളിലിട്ടാണ് ഷീറ്റിൽ. എത്ര പ്രാവശ്യം? 3 പ്രാവശ്യം. വല്ല ബാധയുണ്ടോന്ന് അറിയില്ല. ഇതൊക്കെ ആരുടെ ആയിരുന്നു ഡിസൈനിങ്ങും കാര്യങ്ങളും?
എത്ര ഫയലുകൾ ഇപ്പോൾ പെൻഡിംഗ് ആയിട്ട് കിടക്കുന്നുണ്ട്. ഈ ചാലക്കുടി നഗരസഭയിലെ ജനപ്രതിനിധികൾക്ക് ഇത്രയും നാള് ഈ വികസന പ്രവർത്തനങ്ങൾക്ക് തടയിടുന്നതിന് വേണ്ടിയിട്ട് ഇവർ കാണിച്ചു കൂട്ടിയ ഇവരുടെ ഈ പെർഫെക്ഷനിസം, അതാണ് ചാലക്കുടി നഗരസഭാ ചെയർമാൻ എന്ന് പറഞ്ഞ ആ വാക്ക്. എനിക്ക് അതെന്തായാലും ഇഷ്ടപ്പെട്ടു. കറക്റ്റാണ്. പെർഫെക്ഷനിസം, പെർഫെക്ഷനിസ്റ്റ് മാനിയയായിട്ട് മാറുന്ന ഒരു തലത്തിലേക്ക് ഈ ഉദ്യോഗസ്ഥ മാറിയിരിക്കുന്നു. അവർ ഈ ജനങ്ങൾക്ക് വേണ്ടി നടത്തപ്പെടേണ്ട വികസന പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ ഒരു മുള്ളാണി പോലെ നിന്നു. ഈ വിഷയങ്ങൾ മുഴുവൻ ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പോലും ഞാൻ പറയുന്നതാണ് ശരി, എന്റെ കാര്യങ്ങളാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അവരുടെ മുന്നോട്ട് പോക്ക്. അതിന് ചാലക്കുടി നഗരസഭാ കൗൺസിൽ അർഹിക്കുന്ന രീതിയിൽ ഒരു തീരുമാനമെടുത്തു. ഈ നഗരസഭയിൽ അങ്ങനെ ഉചിതമായ തീരുമാനമെടുത്ത ഷിബു വാലപ്പൻ എന്ന് പറയുന്ന ചെയർമാനും ഭരണപക്ഷത്തിനും എന്റെ ബിഗ് സല്യൂട്ട്. പ്രതിപക്ഷം അതിനോട് ചേർന്ന് നിൽക്കേണ്ടതായിരുന്നു. പക്ഷെ അറിയില്ല, നമ്മുടെ ഇവിടുത്തെ ജനാധിപത്യത്തിന്റെ സൗന്ദര്യത്തിന്റെ മറ്റൊരു കറുത്ത മുഖമാണ് ഈ എന്ത് പറഞ്ഞാലും ആര് എന്തൊക്കെ ചെയ്താലും ഭരണപക്ഷത്തെ എതിർക്കുക എന്നുള്ളൊരു സംഭവം. അപ്പൊ അതുകൊണ്ട് അവരിന്ന് ഇറങ്ങിപ്പോയി. ഞാൻ അതിനോട് യോജിക്കുന്നില്ല. കാരണം അവർക്കും അനുഭവമുള്ളതാണ്, ഈ പ്രതിപക്ഷത്തിനും അനുഭവമുള്ളതാണ്. നമ്മുടെ വിനിച്ചേട്ടന്റെ വാർഡിൽ എന്തായിരുന്നു ഒരു അംഗൻവാടിയുമായി ബന്ധപ്പെട്ട് ഈ ഉദ്യോഗസ്ഥ നടത്തിയ സംഭവങ്ങൾ, അതിന്റെ ഉദ്ഘാടന ചടങ്ങിൽ വരെ വിനിച്ചേട്ടൻ അത് സൂചിപ്പിച്ചു. എന്തൊക്കെയായിരുന്നാലും കൃത്യമായ തീരുമാനങ്ങൾ ഉചിതമായ സമയത്ത് എടുക്കേണ്ടതായിരുന്നു. അവിടെയാണ് വത്സൻ ചമ്പക്കര എന്ന് പറയുന്ന കൗൺസിലറെ ഞാൻ സല്യൂട്ട് ചെയ്യുന്നത്. അദ്ദേഹം ഈ പറയുന്ന ഉദ്യോഗസ്ഥ ശരിയല്ല, ഇവരുടെ പ്രവർത്തനങ്ങൾ ശരിയല്ല, ഇവരെ നിയന്ത്രിക്കേണ്ടതുണ്ട് എന്ന് പല ഒരു ആവർത്തിച്ച് അവസാനം നിരാഹാരം കിടക്കേണ്ട സ്ഥിതിയിലേക്ക് വരെ എത്തിച്ചേർന്നു. അപ്പോൾ ഓരോ ഗ്രൂപ്പ് വഴക്കിന്റെ ഭാഗമായിട്ടും അദ്ദേഹം പറയുന്നത് ശരിയല്ല, അദ്ദേഹം നല്ല കൗൺസിലർ അല്ല. പക്ഷെ ഇപ്പോൾ എന്തായി? ചാലക്കുടി നഗരസഭ ഉപാധ്യക്ഷയ്ക്ക് പോലും കുത്തിയിരിപ്പ് സമരം നടത്തേണ്ട ഗതികേടിലേക്ക് ഈ ഉദ്യോഗസ്ഥ ആ സംവിധാനങ്ങളെ മാറ്റിയിട്ടുണ്ടെങ്കിൽ അവരെ പണ്ടേ നിലയ്ക്ക് നിർത്തേണ്ടതായിരുന്നു. എന്തായിരുന്നാലും ചാലക്കുടി നഗരസഭാ കൗൺസിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള അജണ്ട ചർച്ച ചെയ്യപ്പെട്ടു. രൂക്ഷമായ രീതിയിലായിരുന്നു പ്രതികരണം ഉണ്ടായത്. അതിൽ ഏറ്റവും അതിശയകരമായ ഒരു സംഭവം ഒരു കൗൺസിലർ പറഞ്ഞ സംഭവമാണ്. അവർ ഇവരെ ഉദ്ദേശിച്ചാണോ പറഞ്ഞതെന്നറിയില്ല. പക്ഷെ അവർ പറഞ്ഞൊരു സംഭവം, ചുട്ടികുത്തി ചാട്ടവാറ് കൊണ്ട് അടിച്ചു വേണം ഇങ്ങനെയുള്ള സ്വഭാവമുള്ള ആളുകൾക്ക് കൃത്യമായ മറുപടി കൊടുക്കേണ്ടത്. അവരാരെയാണ് ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതിനും അപ്പുറമുള്ള രോഷാഗ്നിയാണ് ചാലക്കുടി നഗരസഭാ കൗൺസിലിൽ ഈ ഉദ്യോഗസ്ഥക്കെതിരെ അവിടെ ഉയർന്നു കേട്ടത്. ഇന്നത്തെ ചാലക്കുടി നഗരസഭാ കൗൺസിലിൽ നടന്ന ചർച്ചകളിലേക്ക് നമുക്ക് കടന്നല്ല. ഞാൻ ഇന്നലെ ഈ പെർഫെക്ഷൻ എന്ന വാക്കിനെ കുറിച്ച് എന്നോട് സുഹൃത്ത് പറഞ്ഞു. ഈ പല മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക്, അത് പൊതുരംഗത്തോ സർവീസിലോ സ്ഥാപനങ്ങളിലോ വ്യവസായത്തിലോ ഒക്കെ ഉണ്ടാവും, പെർഫെക്ഷൻ എന്ന ഒരു കാര്യങ്ങളിൽ പിടിവാശിയുള്ള ചില വ്യക്തികളുണ്ട് നമ്മുടെ സമൂഹത്തിൽ. പെർഫെക്ഷനിസ്റ്റ് എന്നാണ് അവരെ കുറിച്ച് എന്നോട് ആ സുഹൃത്ത് പറഞ്ഞത്. ഈ പെർഫെക്ഷനിസ്റ്റുകൾക്ക് മാനസികമായ ചില പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ട് വരും. അവര് മറ്റൊന്നിനോടും അവരുടെ കാര്യങ്ങളെ സമരസപ്പെടില്ല. അവരുടെ ചിന്തകൾ, അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ രീതികളൊക്കെ അവർ മാത്രം കാണുന്ന കോഴിക്കോടായിരിക്കും. പെർഫെക്ഷനിസ്റ്റ് എന്ന് പറയുന്ന സ്വാഭാവികമായി മാനസികാവസ്ഥയിൽ എത്തിയ ചില ആളുകളുടെ ഒരു സ്വഭാവ വിശേഷമാണ് അതിന്റെ ഒരു കാരണം. പിന്നെ ഞാൻ ആ സുഹൃത്ത് പറഞ്ഞപ്പോൾ വീണ്ടും ഈ പദത്തിന്റെയും ഈ വാക്കിന്റെ ഒന്നും കൂടി വൈകുന്നേരം വേറെ ആളുകൾ സംസാരിച്ചു. ഇത് സ്വാഭാവികമായ ഒരു മാനസിക പ്രശ്നത്തിലേക്ക് സ്വാഭാവികമായിട്ടും ഇവർ മാറും എന്നുള്ളതിന്റെ നിരന്തരമായ നൂറുകണക്കിന് ആയിരക്കണക്കിന് തെളിവുകളാണ് ഈ കഴിഞ്ഞ 1.5 വർഷക്കാലം ഈ ചാലക്കുടി നഗരസഭയിൽ ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്കുണ്ടായത്. ഒരുപാട് ഫണ്ട് നമ്മുടെ നഗരസഭയുടെ ഈ ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനത്തിന്റെ ഫലമായി നഗരസഭയ്ക്ക് നഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് പൊതുമരാമത്ത് പദ്ധതികളുമായി ബന്ധപ്പെട്ട് ഈ നഗരസഭ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നമുക്ക് സമയബന്ധിതമായിട്ട് നടപ്പാക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. കാലതാമസം വന്നു, തടസ്സപ്പെട്ടു, തുടങ്ങാൻ പോലും പറ്റാത്ത പല വികസന പ്രവർത്തനങ്ങൾ ഉണ്ടായി. ഇനി അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ടത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ മുനിസിപ്പാലിറ്റിയിൽ ആ വിഭാഗവുമായി ബന്ധപ്പെട്ട ആ എയുടെ മുന്നിൽ വന്ന നൂറുകണക്കിന് സാധാരണക്കാരായ മനുഷ്യരുടെ ആവശ്യങ്ങളാണ്. അത് നിഷേധിക്കപ്പെട്ടതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കെതിരെ ഏറ്റവും വലിയ കുറ്റമായിട്ട് ഞങ്ങൾക്ക് കാണാനായിട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം. ഒരു പെരുമഴയത്ത് മുനിസിപ്പൽ ചെയർമാന്റെ വണ്ടി മുനിസിപ്പൽ ഓഫീസിന്റെ മുന്നിൽ കൊണ്ട് നിർത്തിയപ്പോൾ നല്ല മഴയത്ത് നിർത്തിയാണ്. അപ്പോ ഈ ചെയർമാന്റെ വാഹനം ഇടുന്നതിന്റെ മുകളിൽ നിന്ന് നന്നായി മഴവെള്ളത്തിൽ വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരാള് ആ പോർട്ടിൽ നിന്ന് ഒരാൾ ഡച്ച് മാതൃകയിലുള്ള ഇതിന്റെ നിർമ്മാണം എന്ന് പറഞ്ഞു. എന്തിനു എനിക്കിത് മനസ്സിലായില്ല. ഡച്ച് മാതൃകയിലുള്ള നിർമ്മാണം എനിക്ക് മനസ്സിലായില്ല. അല്ല, ചെയർമാന്റെ വണ്ടി കൊണ്ട് നിർത്തുക, തന്നെ വണ്ടി കഴുകുക, അങ്ങനത്തെ ഒരു മാതൃകയിലാണ് അത് ഉണ്ടാക്കിയാണ്. ഞാൻ ആ പോർച്ചിലെ ആ നിർമ്മാണത്തിന് ഈ ബഹുമാനപ്പെട്ട വത്സൻ ചെയർമാൻ എല്ലാവർക്കും അറിയാം. ഈ ആ ഫ്രണ്ടിൽ ഉണ്ടാക്കിയ ഒരു പോർച്ച് ഉണ്ടാക്കുന്നതിന് വേണ്ടി എടുത്ത നിലപാടുകൾ, എത്രത്തോളം കാര്യങ്ങൾ, ഇത് കൈക്കോല്, ഇതിന്റെ ട്രസ്റ്റ് ചെയ്ത കൈക്കോല്, അത് പണിതെല്ലാം പൂർത്തീകരിച്ചതിന് ശേഷം ഞാൻ ഇന്ന് വരെ ഒരു ഉദ്യോഗസ്ഥനെ ചെയ്തിട്ടുണ്ടല്ലോ. ഒരു ട്രസ് വർക്ക് എല്ലാം പൂർത്തീകരിച്ച് ഷീറ്റ് മേഖല എല്ലാം കഴിഞ്ഞതിന് ശേഷം ആ ട്രസ് വർക്കിന്റെ നടുക്ക് നിന്ന് ഏകദേശം 1/2 മീറ്റർ അതിന്റെ സ്ക്വയർ പൈപ്പ് മുറിച്ചെടുക്കുക എന്ന് പറഞ്ഞ് അത് തൂക്കത്തിൽ കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞാൽ, അത് പരിശോധനയ്ക്ക് കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞാൽ, അവിടെ പെർഫെക്ഷനിസ്റ്റ് എന്ന് പറയുന്ന വാക്കിന് അവര് കാണിക്കുന്ന അതിന്റെ അർത്ഥം എന്താണെന്ന് നമുക്കൊന്നും മനസ്സിലാവില്ല. ഇങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. മാർക്കറ്റിൽ നവീകരണം നടന്നു. 18 ലക്ഷം രൂപ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ കരാറുകാരൻ പല രീതിയിലുള്ള ടൈലുകൾ തലയിൽ വെച്ചിട്ട് ഇവിടെ എത്ര തവണ കോടി കയറി ഇവിടെ വന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു ടൈൽ കൊണ്ടും ആ ടൈലിൽ ആള് വെള്ളമൊഴിക്കും, അന്ന് ചെരുപ്പില്ലാണ്ട് ചവിട്ടും, ചെരുപ്പിട്ട് ചവിട്ടും. ഇത് കഴിഞ്ഞ് അടുത്ത ടൈൽ കൊണ്ടും വെള്ളമൊഴിക്കും, ചെരുപ്പിട്ട് ചവിട്ടും, ചെരുപ്പില്ലാണ്ട് ചവിട്ടും.
ഇങ്ങനെ പറഞ്ഞ് മാറി 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 ഒരു 8-10 തവണ കമ്പനി പോയി ടൈൽ കൊണ്ടുവരും. ആ ടൈൽ തിരിച്ചു കൊടുത്താൽ അടുത്ത ടൈൽ ഉണ്ട്. എന്താണ് മാർക്കറ്റിൽ ഇവര് ഏറ്റവും അവസാനം ഏറ്റവും പെർഫെക്ഷൻ എന്നുള്ള രീതിയിലിട്ട ടൈലിന്റെ അവസ്ഥ നമ്മൾ കണ്ടു. എത്ര ആളുകൾ അവിടെ വീണു, എത്ര ആൾ കൈ ഒടിഞ്ഞു, ഏത് സ്ലിപ്പ് ചെയ്തിട്ടുള്ള കാര്യമാണത്. എത്ര ആൾ കൈ ഒടിഞ്ഞു, കാലൊടിഞ്ഞു, എത്ര പേർക്ക് പരിക്കുണ്ടായി. ഇതാണ് അവരുടെ പെർഫെക്ഷൻ. നമ്മളിപ്പോ എല്ലാവരും പറയും, കാരണന്മാരൊക്കെ പറയുന്ന ഒരു വാക്കുണ്ട്, ചൊല്ലിക്കൊട് കല്ലിക്കൊട് കല്ലിക്കള, അങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ട്. ഇവിടെയുള്ള സീനിയറായിട്ടുള്ള കൗൺസിലർമാരൊക്കെ ആ ഏരിയയോട് വളരെ സ്നേഹമത്സരം പറഞ്ഞിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ ഈ പറയുമ്പോ തിരുത്താൻ പറയുമ്പോ ഞാൻ ചെയ്യുന്നത് ശരിയെന്നും അതിന്റെ അപ്പുറത്ത് ഒന്നും ഇല്ലാന്നും ആൾക്ക് മാത്രം ചർക്കം നയം അറിയുള്ളൂ. ഞാൻ ഇതുവരെ 10-30 വർഷത്തിനുള്ളിൽ മുനിസിപ്പൽ സെക്രട്ടറിയിൽ നേരെയാണ് ഞാൻ എന്ന് പറയുന്ന രീതിയിലുള്ള ഞാൻ ആദ്യമായിട്ട് കാണാണ്. 19-ാം വാർഡിലെ അംഗനവാടിയും നമ്മുടെ ക്ഷേമമന്ദിരത്തിന്റെ സെഫ്റ്റി ടാങ്കിന്റെ പ്രശ്നം മുതലാണ് അന്ന് ആദ്യത്തെ ഈ കൗൺസിലിന്റെ പ്രശ്നങ്ങളുണ്ടാവും. പിന്നീട് ആർക്കൊക്കെ വേണ്ട ചില ആളുകൾക്ക് അത് എനിക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റും. 2 പക്ഷത്തിലുള്ള ആളുകളെ ചില സമയങ്ങളിൽ കയ്യിലെടുത്തുകൊണ്ട് കുറേ പാവപ്പെട്ട ആൾക്കാരെ വെളിക്കാടാക്കിക്കൊണ്ട് പദ്ധതി ഫണ്ടുകളും മീറ്റിംഗ് ഫയലുകളും മറ്റെല്ലാ കാര്യങ്ങളും എന്താ പറയാ ജനങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാത്ത രീതിയിൽ ഒരുപാട് തന്ത്രങ്ങൾ എഴുതുന്നു. എല്ലാ ജീവനക്കാരും മുനിസിപ്പൽ സെക്രട്ടറിയോടൊത്ത് യോജിച്ചു പോകും. ഈ ഒരു ബഹുമാനപ്പെട്ട ഷബാന ആരെ അനുസരിക്കുന്ന എന്തായാലും ഈ നിലപാടിൽ മുന്നോട്ട് പോയാൽ നമ്മുടെ എഞ്ചിനീയർ വിഭാഗത്തിന്റെ വാദത്തിലേക്ക് ആരും തന്നെ പോകുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. പ്രവർത്തിക്കുന്ന ഷബാന ചാലക്കുടി നഗരസഭയിൽ വന്നതിന് ശേഷമുള്ള പ്രവൃത്തികളെ കുറിച്ച് പരിശോധിക്കുന്നതിന് മുമ്പ് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളത് ഇതിന് മുമ്പ് പ്രവർത്തിച്ചിരുന്ന പഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തിലുമൊക്കെ സമാനമായ രീതിയിൽ നഗരസഭയുടെ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ മന്ദീഭവിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനങ്ങൾ സുഗമമായി നടത്തുന്നതിന് തടസ്സം വരുത്തുന്ന രീതിയിൽ സാധാരണ ജനങ്ങൾക്ക് സേവനം ലഭിക്കുന്നത് എത്ര കാലം വൈകിപ്പിക്കാൻ സാധിക്കുമോ അത്ര കാലം വൈകിപ്പിക്കുന്നത് ഏറ്റവും കൂടുതൽ പരിശ്രമിച്ച ഒരാളായിട്ടുള്ള നമുക്ക് കാണിച്ചത്. ഇവിടെ ചാലക്കുടി നഗരസഭയിൽ ഇന്ന് ഈ കൗൺസിലിൽ കയറുന്നതിന് മുമ്പ് 1 മണിക്ക് ഏഴിലെ റോഡിന് നോക്കിയാണ് 183 ഫയൽ കണ്ടിരുന്നു. ഈ ഇവിടെ വന്ന് അങ്ങോട്ട് തുടങ്ങിയില്ല, ഇന്ന് തുടങ്ങിയതാണ്. ഇപ്പൊ നമ്മൾ പറയുമ്പോൾ ഇന്ന് നമുക്ക് ബോധോദയമായ പോലെ ഇത് ഉണ്ടായിട്ട് എത്ര കാലമായി ഇവര് വന്ന് അങ്ങോട്ട് ഉണ്ടായതാ. ഇവർ ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് വേണ്ട എസ്റ്റിമേറ്റ് എടുത്ത് അത് പൂർത്തിയാക്കിയിട്ടുണ്ടാവും. എന്റെ വാർഡില് കോട്ടച്ചിറ റോഡ് എസ്റ്റിമേറ്റ് എടുത്തിട്ട് അതിന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് അറ്റം വരെ കവർ ചെയ്ത് കഴിഞ്ഞ് അവസാനം കരിമ്പ് വീതി കൂട്ടുന്ന പ്രവൃത്തി ഇപ്പോഴും അത് കുപ്പിക്കടുത്തായിട്ട് എടുക്കുക. ഇപ്പോഴും 20 ലക്ഷം രൂപ വെച്ചിട്ട് വർക്ക് ചെയ്തിട്ട് അത് പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചില്ല. അപ്പൊ ഇവരെന്ത് എസ്റ്റിമേറ്റ് ഉണ്ടാക്കണം? കുപ്പിക്കടുത്ത് പോലെ എടുക്കുക. ആ പണി ചെയ്യുമ്പോൾ നിരവധി പ്രശ്നങ്ങൾ വേറെ. പാങ്ങോട്ട് ശിവക്ഷേത്രത്തിലേക്കുള്ള റോഡ് ഒരു കൗൺസിലർ എന്ന രീതിയിൽ ആ നാട്ടിലെ ജനങ്ങളുടെ ഇടയിൽ കാണുന്നതിന് കിട്ടും. ഞാൻ ഈ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള സമരങ്ങളെല്ലാം അന്ന് തള്ളിപ്പറഞ്ഞത് അല്ലെങ്കിൽ അന്ന് ഈ കൗൺസിലിനെതിരായിട്ട് ഞാൻ പറയുന്നു പറഞ്ഞ ആളുകൾ ഇന്ന് അതിലേറെ വലിയ സമരം നടക്കുമ്പോൾ എനിക്ക് സന്തോഷം. ഇപ്പോഴെങ്കിലും തങ്ങളെ പോസ്റ്റ് ചെയ്ത് കേട്ടിട്ട് ജനങ്ങളോട് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവുന്ന വൈകാരികമായിട്ടൊരു വിചാരം ഉണ്ടായല്ലോ, അതെനിക്ക് വളരെ സന്തോഷം. ഓരോ ഫയലും സാധാരണക്കാരുടെ ജീവിതമാണ്. അതുകൊണ്ട് അതിൽ പ്രത്യേക കാര്യക്ഷമത പുലർത്തി ജോലി ചെയ്യണമെന്ന് എന്നും ഉപദേശിക്കുന്ന എന്നും ശ്രമിക്കുന്ന ഒരു മുഖ്യമന്ത്രി. അങ്ങനെ നമ്മുടെ ഈ നഗരസഭയിലെ ജീവനക്കാർ 45 ദിവസത്തിൽ ഇവിടുത്തെ പോയി അവർ വിചാരിച്ചതെന്നറിയാം. ഇവിടുത്തെ പദ്ധതിക്ക് അംഗീകാരം കിട്ടില്ല, പദ്ധതി സമർപ്പിക്കില്ല, ഒന്നും നടക്കില്ല എന്ന് വിചാരിച്ച് അവരേതോ മൂട് സ്വർഗത്തിലല്ലേ. ഞാൻ വെറും 2 ഓവർസീർമാരെ വെച്ചിട്ട് പണി ചെയ്ത അംഗീകാരം കിട്ടില്ലേ? നമ്മളിവിടെ എല്ലാ പണികളും പൂർത്തീകരിക്കും, ഒരു സംശയവും വേണ്ട. ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞു, ഇവിടെ ആത്മാർത്ഥതയുള്ള ജീവനക്കാരുണ്ട്, അവർ നമ്മളൊപ്പം നിൽക്കും, എല്ലാ പ്രവർത്തനങ്ങളും നടക്കും, ഒരു സംശയവും വേണ്ട. അപ്പൊ ഇത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുന്ന ഒരു ജീവനക്കാരിയെ നമുക്ക് ഇനി ചുമക്കാൻ കഴിയില്ല. നമ്മള് ഇന്ന് തീരുമാനം ഇന്ന് തന്നെ നമുക്ക് നോട്ടീസ് കൊടുത്ത് അതിന്റെ കാര്യങ്ങൾ ബഹുമാനപ്പെട്ട വൈദ്യുതി 15,000 രൂപയുടെ ഒരു കുഴി നികത്തുന്നതിന് വേണ്ടിയാണ് നമ്മുടെ 41 ലക്ഷം രൂപയുടെ റോഡിനും ഇത് അനുഭവമാണുള്ളത്. വൈദ്യുതി ബോധ്യപ്പെടില്ല എന്ന് തോന്നുന്നത്. MLA ഫണ്ട് നേരത്തെ മുൻചേർമാൻ പറഞ്ഞ പോലെ കണ്ണമ്പഴ റോഡിന് 41 ലക്ഷം രൂപ ഇവര് വെട്ടി എടുത്തിയായിരുന്നു ആ സാധനം വൈകാനും
പുതിയ ടെൻഡർ റേറ്റ് വരാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ വന്നത്. ഇത് പ്രതിപക്ഷം പറയുന്ന പോലെ ഒരു ഉദ്യോഗസ്ഥക്കെതിരെയോ അല്ലെങ്കിൽ ഒരു ആക്ഷൻ അല്ല. ഇത് ആ ഉദ്യോഗസ്ഥരെ കണ്ണു തുറപ്പിക്കാനാണ്. ഇനിയും ഈ നാടിന് ഉദ്യോഗസ്ഥ വേണം. അത് ഈ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് അവര് ഇത് വളരെ അന്ധമായിട്ടുള്ള അവരുടെ എന്താ പറയാ, അത് അഹങ്കാരമാവാം അല്ലെങ്കിൽ കൂടുതലുള്ള അറിവിന്റെ കൂടുതലൊക്കെ ആവാം. നമ്മൾ കണ്ടുവരുമ്പോൾ ഒരു ഉദ്യോഗസ്ഥ എന്ന് പറയുമ്പോൾ സത്യസന്ധതയാവണം, കൂടുതൽ അധ്വാനിക്കണം, കൂടുതൽ കാര്യങ്ങൾ ചെയ്യണം. ഇതൊക്കെ കാണുമ്പോൾ തുടക്കത്തിൽ ഇങ്ങനെയൊക്കെയുള്ള ഒരു ഉദ്യോഗസ്ഥയാണെന്ന് തെറ്റിദ്ധരിച്ചിരുന്നു. ഇതിലൊന്നും ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും കുറവുണ്ടായിട്ടില്ല. പക്ഷെ അവരുടെ കാഴ്ചപ്പാട് നമ്മൾ നിരന്തരം പറയുന്നത് മുനിസിപ്പാലിറ്റി നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ ഉണ്ടാക്കിയ മുനിസിപ്പാലിറ്റി ആക്ട് ആണ്. ഈ മുനിസിപ്പാലിറ്റി ആക്ടിനെതിരെയാണ് അവർ സംസാരിക്കുന്നത്. ഇവിടെ സെക്രട്ടറിക്ക് എന്റെ മേലെ ഒരു അധികാരവും ഇല്ലാന്ന് പറഞ്ഞ മുനിസിപ്പാലിറ്റി ആക്ട് പാസ്സാക്കി വെച്ചിരിക്കുകയാണ്. സെക്രട്ടറിക്ക് ഇവിടെയുള്ള എല്ലാ ജീവനക്കാർക്കും എന്ത് പ്രവൃത്തി വേണമെങ്കിൽ ഡെലിഗേറ്റ് ചെയ്യാം, അത് അവർ ചെയ്യണതിന് അവർ കൺട്രോൾ ചെയ്യാം, ചെയ്യിക്കണം എന്ന് പറയുമ്പോൾ ഇത് കൃത്യമായിട്ട് മുനിസിപ്പാലിറ്റി ആക്ടിൽ പറഞ്ഞു വെക്കുമ്പോൾ ഇവർ അതിനെതിരെ പറയാം.